അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, എവിടെയാണോ അപമാനിക്കപ്പെട്ടത്, എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ മുറിവേറ്റത്, അവിടെ നിന്നെ ഉയർത്തുന്ന ഒരു കർത്താവിനെ കുറിച്ചിട്ടാണ്. ജോസഫിനെ നോക്കിയാൽ ജോസഫ് തൻ്റെ ജ്യേഷ്ഠന്മാരാൽ മുറിവേറ്റും വേദനിക്കപ്പെട്ടും കാരണം കൂടാതെ ഉപദ്രവം അനുഭവിച്ചുമായിരുന്ന സാഹചര്യത്തിൽ പിന്നീട് തൻ്റെ ജ്യേഷ്ഠന്മാർ ജോസഫിനെ കാണുമ്പോൾ മാന്യതയുടെ ഒരു നിറകുടത്തിൽ നിൽക്കുന്ന ജോസഫിനെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ദൈവം അവനെ ഏറ്റവും ഉയർത്തുവാനിടയായി. താൻ കണ്ട സ്വപ്നത്തിനനുസരിച്ച് ദൈവം അവനെ മാനിക്കുവാനിടയായി. എവിടെയാണോ അവൻ മുറിവേറ്റത്, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ജോസഫിന് വേണ്ടി ചലിച്ചു. തൻ്റെ ജ്യേഷ്ഠന്മാർ തന്നെ കുമ്പിടുന്ന വിധത്തിൽ, തൻ്റെ മുൻപിൽ പേടിച്ച് നിൽക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ മാന്യത ജോസഫിന് മേലുണ്ടായി. നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവിനോടൊപ്പമായിരുന്നാട്ടെ, ദൈവം തന്ന സ്വപ്നത്തോടൊപ്പമായിരുന്നാട്ടെ. മാന്യത തരുന്നത് കർത്താവാകുന്നു, നിന്നെ ഉയർത്തുന്നത് കർത്താവാകുന്നു. ദൈവത്തിൽ ധൈര്യപ്പെട്ടാട്ടെ. നമുക്ക് ഈ മെസ്സേജിലേക്ക് പോകാം. എവിടെയാണോ വേദനിക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിച്ച് പ്രയാസത്തോടായിരിക്കുന്നത്, അവിടെ വലിയൊരു ദൈവത്തിൻ്റെ മഹത്വത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അപമാനിതരെ, ദുഃഖിതരെ, വേദനിക്കുന്നവരെ, നിങ്ങളുടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ അപമാനമേറ്റവരെ, ഈ പകൽ നിന്നോടുള്ള ദൂത്, 2025 നീ കയറുന്നത് ചിലതിലേക്കാണ്. നിന്റെ അമ്മയ്ക്ക്, നിന്റെ അപ്പനെ അപമാനത്തിന്റെ സ്ഥിതിയിൽ നിന്നുള്ള അപമാനത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. നിന്നയുടെ കാലഘട്ടം കഴിഞ്ഞു. വേദനയുടെ കാലം കഴിഞ്ഞു. കൂടെ ആരാധിക്കേ, യേശുവെ ആരാധിക്കേ. അപമാനത്തിന്റെ കാലം കഴിഞ്ഞു. അപമാനത്തിന് നടുവിൽ 2024 അപമാനത്തിന്റെ കാലം കഴിഞ്ഞു. This is my season. 2025 എന്റെ കാലഘട്ടമാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ച് രാമേൻ പറ. അപമാനം എവിടെയുണ്ടായോ, നിന്നെ എവിടെയാണോ നിന്റെ വസ്ത്രം നീക്കിക്കളഞ്ഞത്, അവിടെ ദൈവം നിന്നെ ഉയർത്തിപ്പിടിക്കും. സഹോദരങ്ങളെ, നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ മനസ്സ് മുറിവേൽക്കണം. പിശാചിന്റെ ഏറ്റവും വലിയ സൂത്രം അതാണ്, നിന്റെ മനസ്സ് മുറിവേൽക്കണം. അപ്പോഴാണ് നീ ചിന്തിക്കുന്നത്, എന്തിനാ ജീവിക്കുന്നേ, എന്തിനാ ഇനി മുന്നോട്ട് പോകുന്നേ, ആരെയും കാണണ്ട, എവിടെയും പോകണ്ട, ഇവിടെ നിങ്ങൾ ഒളിച്ചോടി പോയാൽ മതിയായിരുന്നു, എവിടെങ്കിലും പോയാൽ മതിയായിരുന്നു, ആരും കാണാത്തൊരു സ്ഥലത്ത് ഒളിച്ചിരുന്നാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് പറയാനുള്ളത്, ആ ചിന്തിച്ച സ്ഥലത്ത് ഞാൻ നിന്നെ ഉയർത്തിപ്പിടിക്കും. അവിടെ നിനക്ക് ഞാൻ ജയം തരും, അവിടെ നിനക്ക് മാന്യത തരും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു രാമീൻ പറ.
മുറിവേൽപ്പിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു, വിറ്റ് കളയുന്നു, പൊട്ടക്കിണറിലിട്ട് കളയുന്നു. ഇതെല്ലാം ചെയ്തത് സ്വന്തം സഹോദരന്മാരാണ്, സ്വന്തം സഹോദരന്മാരാണ്, സ്വന്തമായ ആളുകളാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? എൻ്റെ മനസ്സിനെ എവിടെയാണോ വേദനിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ എവിടെയാണോ ഞാൻ ഇടിയാൻ വഴിയുള്ളത്, അവിടെയാണ് പിശാച്, അവിടെയാണ് പിശാച്, അവിടെയാണ് പിശാച് തന്ത്രങ്ങൾ ഒരുക്കുക. നിങ്ങളുടെ മനസ്സ് എവിടെയാണ് ഇടിയും എന്ന് തോന്നുന്നത്, അവിടെ അവന്റെ തന്ത്രങ്ങൾ ഒരുക്കും അവൻ. എന്നാൽ ഈ പകൽ നിങ്ങൾ അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് പറയണം, അല്ല, ഈ വർഷം, ഈ 2025 എന്റെ ജയത്തിന്റെ വർഷമാണ്. ഞാൻ 2-3 ദൂത് പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും റെഡിയാണോ സ്വീകരിക്കാൻ? ഈ 2025 നിന്നെ മാനിക്കുന്ന വർഷമാണ്. ദൈവം നിന്നെ ലിഫ്റ്റ് ചെയ്യുന്ന വർഷമാണ്. ദൈവം നിന്നെ ഉയർത്തുന്ന വർഷമാണ്. അടുത്ത ദൂത് ശ്രദ്ധിക്കേ, അടുത്ത ദൂത് ശ്രദ്ധിക്കേ. പൊട്ടക്കിണറ്റിലിട്ടു, വസ്ത്രം കീറിയെടുത്തു, വിറ്റ് കളഞ്ഞു. അവര് വിചാരിച്ചത് അവിടെ അവസാനിച്ചു എന്നാണ്. പക്ഷേ ദൈവം അതിനെ നന്മയ്ക്കായിട്ട് അങ്ങ് തീർത്തു. അത് രാജസിംഹാസനത്തിലേക്കുള്ള വഴിയാക്കി ദൈവം മാറ്റി. ഓ, എന്റെ കൂടെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ കൂടെ ഉള്ളവരുണ്ടെങ്കിൽ ആമേൻ പറ. നീ അനുഭവിക്കുന്ന ഈ വേദനകളെല്ലാം രാജകൊട്ടാരത്തിന്റെ അല്ല, സിംഹാസനത്തിലെ അല്ല, അധികാരത്തിലെ നീ എത്തുന്നതിനുള്ള വഴിയായി അവൻ മാറ്റിക്കളയും. ചിലരോടുള്ള ദൂത 2025 ഫറവോന്റെ ഗ്രഹത്തിനെ ഞാൻ അധികാരിയാക്കി നിന്നെ വെക്കും. രാജ്യത്തിന്റെ മുകളിൽ ഞാൻ നിന്നെ അധികാരിയാക്കി വെക്കും. ചിലരോടുള്ള ദൂത ഞാൻ ഈ പറയുന്നേ. 24 അപമാനമെങ്കിൽ 25 ജീസസ് വേൾഡ്, രാജ്യത്തിന്റെ മുകളിൽ ഞാൻ നിന്നെ അധികാരിയാക്കി വെക്കും. ജോൺ ദാരുവേ, രാജ്യത്തിന്റെ മുകളിൽ ഞാൻ നിന്നെ അധികാരിയാക്കി വെക്കും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിക്കാം, ആമേൻ പറയാം. നിങ്ങളുടെ പുറകിൽ നിങ്ങളെ വേദനിപ്പിച്ചതെല്ലാം കുടഞ്ഞു കളഞ്ഞിട്ട് പറ, ഞാൻ എന്റെ അധികാരത്തിൽ കയറുന്നു. ഇതെല്ലാം എനിക്ക് നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? വാക്യം എഴുതിയിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിച്ചവർക്ക് സകലതും അവൻ നന്മയ്ക്കാക്കും. ഈ അപമാനം നന്മയ്ക്കാക്കും, ഈ നിന്ദകൾ നന്മയ്ക്കാക്കും, ഈ വേദനകൾ നന്മയ്ക്കാക്കും. സകലതിനെയും ഞാൻ പറയുന്ന ദൂത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു? നിങ്ങൾ എവിടെയാണോ വിവസ്ത്രമായത് എന്ന് പറഞ്ഞാൽ, എവിടെയാണോ ഞെരുക്കങ്ങളും വേദനകളും അനുഭവിച്ചത്, അവിടെ ഇതാ രാജവസ്ത്രം ജോസഫിന്റെ മുകളിൽ വരികയാണ്. ശത്രുവിനെ നിന്റെ ചില വസ്ത്രം ഊരിയെടുക്കാനേ പറ്റത്തുള്ളൂ, ചില നന്മയെ അപഹരിക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷെ വരാൻ പോകുന്നത് വിശേഷമായതാണ്. രാജവസ്ത്രം വരുന്നു, രാജവസ്ത്രം വരുന്നു, രാജവസ്ത്രം വരുന്നു. എന്ന് പറഞ്ഞാൽ ചില നന്മകൾ 24 വരെയുള്ള നാസുകളിൽ ചില നന്മകൾ. ഇനി ഞാൻ പറയുന്ന ദൂത് കേൾക്കണം കേട്ടോ. ഇതാ 2025 നടക്കുക കേട്ടോ. നിനക്ക് മനോഹരമെന്നും വിലയുള്ളതെന്നും തോന്നുന്നത് പലതും നിന്റെ കയ്യിൽ നിന്ന് അപഹരിക്കപ്പെട്ടുവെങ്കിൽ, എന്നാൽ നീ അറിയേണ്ടത്, മറ്റാർക്കും സ്വപ്നം കാണാനോ നിനക്ക് ചിന്തിക്കാനോ കഴിയാത്ത വിലയേറിയത് നിന്നെ അവൻ അണിയിക്കാൻ പോകുന്നു. നിന്റെ അപ്പൻ തന്നതാണ്, ശ്രേഷ്ഠമാണ്, മനോഹരമാണ്. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത്, നിനക്കൊരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്തത്, ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തത്, രാജപദവിയിലേക്ക് നിന്നെ ഉയർത്തി വെച്ചിട്ട് അവൻ നിന്നെ വസ്ത്രമണിയിക്കും. നിന്നോട് ചോദിച്ചില്ലേ നീ പള്ളി പോയിട്ട് എന്താ നാളായെന്ന്?
നിന്നോട് ചോദിച്ചില്ലേ ഇത്രയും നാളായിട്ട് എന്ത് കിട്ടിയെന്ന്? അവിടെ നിന്നെ വിവസ്ത്രമാക്കിയ ആ സ്ഥലത്ത് ദൈവം പുതിയ വസ്ത്രം ഇടിയിപ്പിക്കുക. പുതിയ വസ്ത്രം. ഇതെന്റെ സീസണാണ്. മേജർ വായിക്കോ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊരാൾക്കും ഇതുവരെ കടക്കാരനല്ല സഹോദര. നീ വേദനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലമില്ലേ, എനിക്കൊരു ഉയർച്ചയില്ലെന്ന് പറയുന്ന സ്ഥലമില്ലേ, അവിടെ എല്ലാം അവൻ കണക്ക് പറഞ്ഞു നിന്നെ ഉയർത്തും. ഇങ്ങനൊന്ന് പറയടാ അടുത്തിരിക്കുന്നവരോട്, നിനക്ക് നഷ്ടമായി പോയതിനെല്ലാം ഓരോന്നോരോന്ന് കണക്ക് പറഞ്ഞ് അവൻ തന്നെ ഉയർത്തും. സ്വർഗത്തിലെ കണക്ക് പുസ്തകത്തിൽ നീ നഷ്ടപ്പെട്ടത്, നീ വേദനിച്ചത്, നീ ദുഃഖിച്ചത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നിനെ കണക്ക് തീർക്കാതെ ഈ ലോകത്തിൽ നിന്ന് നീ പോകത്തില്ല. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കേ, രാമീൻ പറ. അവനാർക്കും ഇതുവരെ കടക്കാരനല്ല. സ്വർഗത്തിൽ ചെന്നിട്ട് നിന്റെ കണക്ക് വിഭാഗിക്കുമ്പോൾ അത് നിനക്ക് ധാരാളമായി കാണും. പക്ഷേ ഈ ഭൂമിയിൽ നീ എന്തെല്ലാം ഉപേക്ഷിച്ചോ, നീ എന്തെല്ലാം അനുഭവിച്ചോ, അത് 100 മടങ്ങ് എനിക്ക് തന്നേ ഒക്കത്തുള്ളൂ. അവനാർക്കും കടക്കാരനല്ല. നീ ഇന്നത് സ്വർഗത്തിൽ ചെന്നിട്ട് കർത്താവേ ഞാൻ ഇവിടെ അനുഭവിച്ചത് എന്ന് പറയുമ്പോൾ സ്വർഗം അതിന് മറുപടി തരുന്നത് ഇങ്ങനെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക്. 1-2 പേരുടെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ കൈ കൊടുത്തിട്ട് പറയണം, നീ ചെയ്തത്, നീ അനുഭവിച്ചത് അവന്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. പറ ഒരു 5-6 പേരോട് പറ. അവനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ പുസ്തകത്തിൽ അതെല്ലാം എഴുതി ചേർത്തിട്ടുണ്ട്. അതൊന്നും മറഞ്ഞു പോകാതെ എഴുതി ചേർത്തിട്ടുണ്ട്. നീ വിചാരിക്കരുത് നിന്നെ മറന്നു കളഞ്ഞവനെന്ന്. ഇല്ലല്ല, എണ്ണി 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 അവൻ ചോദിക്കും. എണ്ണി 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 അവൻ ചോദിക്കും. എണ്ണി എണ്ണി അവൻ മറുപടി പറയും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മോശേ എന്താ 10 ബാധ? അവൻ പറയും 10 ബാധയും 10 സന്ദർശനമാണ്. 10 ബാധ എന്താ മോശേ? അത് എന്താന്ന് നിനക്ക് മനസ്സിലായോ? ഇപ്പൊ മോശ പറയും, ഇല്ലല്ല എനിക്കറിയാം. മിസ്രൈമിൽ ഇസ്രായേൽ അനുഭവിച്ച 10 ബാധകൾ അത് 10 സന്ദർശനമാണ്. 10 സന്ദർശനത്തെ ഞാൻ നിങ്ങളോട് പറയാം. ഓരോ സന്ദർശനങ്ങളും ഇസ്രായേൽ പോയ വേദനയുടെ സ്ഥലങ്ങളാ. അതിനോരോന്നിനും അവിടെ കണക്ക് കൊടുത്തിട്ടേ സ്വർഗം അവരെ വിളിച്ചുള്ളൂ. എന്റെ സ്വർഗത്തിന്റെ പ്രത്യേകത പറയാം, അവൻ ആർക്കും കടക്കാരനല്ല. നിങ്ങളെ നോക്കിയൊരു ദൂത് ഞാൻ പറയാം, അവൻ നിന്നോട് കടക്കാരനാകത്തില്ല. അവനത് ഓർക്കാതിരിക്കുന്നവനല്ല. അവന്റെ പുസ്തകത്തിൽ അത് എഴുതി ചേർത്തിട്ടുണ്ട്. അവനത് എഴുതി വെച്ചിട്ടുണ്ട്. നീ കരഞ്ഞത് കണ്ടില്ല എന്ന് വയ്ക്കുന്നു. എനിക്ക് ബൈബിളിൽ ഇഷ്ടമുള്ളൊരു കാര്യമോ, നിന്റെ കണ്ണുനീർ അവൻ തുരുത്തിയിൽ സൂക്ഷിക്കുന്നു എന്ന്. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? അതിന്റെ ആളവ് അവൻ അറിയാം. നീ കരഞ്ഞത് എവിടെയെന്നറിയാം. നീ എവിടെയാണ് വേദനിച്ചതെന്നറിയാം. നിന്റെ വേദനകൾ എവിടെയെന്ന് അറിയുന്നവനായ കർത്താവ്. വേറെ ആളോട് പറ, നിന്റെ ഹൃദയത്തിലെ ഉൾപ്പൂവുകളെ അറിയുന്നവനായ കർത്താവ്. നിന്റെ ഓരോ ഞെരുക്കവും ഓരോ വേദനയും അവൻ അറിയാം. ഓരോ സങ്കടവും ഓരോ തകർച്ചയും അവൻ അറിയാം. എന്നാൽ ദൈവ പൈതലേ, നിന്നെ അവൻ തകർത്ത് കളയുന്നത് സ്വർഗത്തിന്റെ പരിപാടിയല്ല. പിശാചിനറിയാം നീ എവിടാ ജയിക്കുന്നത്, എങ്ങനാ മുന്നേറുന്നത്, എവിടാ എത്താൻ പോകുന്നത്. നീ അവിടെ എത്തരുതെന്ന് വിചാരിച്ച് ഒരു വാതിലടച്ചതാണത്. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ മനസ്സിടിയരുത്, നിന്റെ മനസ്സ് മുറിവേൽക്കരുത്. ആരും കാണണ്ട, ആരും പറയണ്ട, ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ അവൻ എഴുന്നേക്കാം. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ നാട്ടിൽ തന്നെ ദൈവം പറയും, ഞാൻ വേറെ എവിടെയും ഓടിച്ചിട്ടല്ല നിന്നെ മാനിക്കുന്നത്, ഇവിടെ ഇപ്പോ എവിടെ അവിടെ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും
ബാധ്യതയല്ല. അവനൊപ്പം പറവാൻ ആരുമേ ഇല്ല. ഒറ്റപ്പെട്ടെന്ന് തോന്നരുത്. ധൈര്യപ്പെട്ടിട്ട് പറയണം, ഒരുവൻ എന്റെ കൂടെ ഉണ്ട്, ഒരുവൻ എന്റെ കൂടെ ഉണ്ട്. എന്റെ ഹൃദയത്തെ അറിയുന്ന ഒരുവനുണ്ട്. 5-6 പേരോട് ചെന്ന് കൈ കൊടുത്തിട്ട് പറ, കണക്കുകൾ സൂക്ഷിക്കുന്നവൻ. നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങളോട് പറയുക ദൈവം, കണക്കുകൾ സൂക്ഷിക്കുന്നവൻ. നീ തകർന്നു പോയ ഞായറാഴ്ച നീ വീട്ടിൽ കിടന്ന് ഉറങ്ങിയില്ല, അതിനു പകരം ആലയത്തിൽ വന്ന് എന്റെ യേശുവിനെ ഉയർത്തിയെങ്കിൽ കണക്കുകൾ സൂക്ഷിക്കുന്നവൻ, കണക്കുകൾ സൂക്ഷിക്കുന്നവൻ, എഴുതി വച്ചിരിക്കുന്നവൻ, നിന്നെ അറിയുന്നവൻ. പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളുണ്ട് ഇതിനകത്ത്, പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും തൻ്റെ വസ്ത്രമൂരിയെടുത്ത് തൻ്റെ മുമ്പിൽ എന്തു ചെയ്യട എന്ന് ചോദിക്കുന്ന ജ്യേഷ്ഠന്മാരെ ഞാൻ നോക്കി നിൽക്കാറുണ്ട്. റാഗ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ആയിപ്പോയതുപോലെ ഞാൻ ചിന്തിക്കാറുണ്ട്. വളർന്ന ജ്യേഷ്ഠന്മാർ തന്നെ വേദനിപ്പിക്കുക. ആ ചിത്രം ഒന്ന് കണ്ടേ. ആ ചിത്രത്തിന് നടുവിൽ പറഞ്ഞേ, എന്നെ മുറിവേൽപ്പിച്ച അതേ സ്ഥലത്ത് അതേ ഇടത്ത് ആരൊക്കെയാണോ മുറിവേൽപ്പിച്ചത് അവരുടെ നടുവിൽ എന്നെ നിവർത്തി നിർത്തുന്നൊരു ദൈവമുണ്ട്. ആ കൈകളൊന്ന് അടിച്ചേ, യേശുവിനെ ആമേൻ പറഞ്ഞേ, യേശുവിന് നന്ദി പറഞ്ഞേ, യേശുവെ നിന്ന് വിളിച്ചേ. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ഒരു കാലഘട്ടം തീരുന്നു, ഒരു സീസൺ തീരുന്നു. 5-6 പേരോട് ചെന്ന് കസാരയ്ക്ക് ഇറങ്ങ്. 5-6 പേരോട് ചെന്നിട്ട് പറ, ഒരു സീസൺ തീരുന്നു, ഒരു കാലഘട്ടം തീരുന്നു. എന്റെ പഴയത് തീരുന്നു, എന്റെ പഴയ കാലഘട്ടം തീരുന്നു. ഇതാ പുതിയതിലേക്ക് ഞാൻ കാലുവെക്കുകയാണ്, പുതിയത് കാലുവെക്കുകയാണ്, ഒരു പുതിയ സീസണിലേക്ക്. അടുത്തിരിക്കുന്നവരോട് പറ, ഇതാ ഞാൻ പുതുതൊന്ന് ചെയ്യുന്നു. നമ്മൾ നിന്ദിക്കപ്പെട്ടെടുത്ത് ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നത് കാണാം. ബൈബിളിലുടനീളം വായിച്ചാൽ കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുന്ന ഓരോ വ്യക്തികളുടെ ലൈഫിലും ദൈവത്തിൻ്റെ അതിമഹത്വമായ പ്രവൃത്തിയെ നമുക്ക് കാണാനായി കഴിയും. ദൈവം നമ്മളെയും വിളിച്ചത് അത് അനുഭവിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ കാണുന്ന വേദനയോ പ്രയാസമോ അതൊന്നും നമ്മളെ തളർത്തത്തില്ല, അതൊന്നും നമ്മുടെ പരാജയത്തിന് കാരണമാകത്തില്ല. ഹല്ലേലൂയ. എവിടെ പരാജയപ്പെട്ടുവോ അവിടെയെല്ലാം വലിയ ശ്രേഷ്ഠമായ സ്വപ്നത്തെ കാണാൻ കഴിഞ്ഞാട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദർ, സീരിയൽ നമ്പർ 119. സിസ്റ്ററിന്റെ പേര് ജിൻസി എന്നാണ്. കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. കഴിഞ്ഞ മാസം അഞ്ചലിൽ നടന്ന മിറക്കൽ സൺഡേയില് ബ്രദർ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് 9 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദനയിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യമായ ഒരു സാക്ഷ്യമായിട്ടാണ് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. സിസ്റ്ററിന് കഴിഞ്ഞ 9 വർഷമായിട്ട് നട്ടലിന് L4 L5 കംപ്ലൈൻ്റ് ആയിരുന്നു. അതിനെ തുടർന്ന് കാലിലേക്കുള്ള രക്തയോട്ടം വളരെ കുറവായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ഒരു ജോലിയും ചെയ്യുവാൻ കഴിയില്ലായിരുന്നു. അന്ന് ചർച്ചിൽ കടന്നു വന്നത് തന്നെ വളരെയധികം ഭാരത്തോടെയായിരുന്നു, വളരെയധികം വേദന സഹിച്ചായിരുന്നു അന്ന് ചർച്ചിൽ കടന്നു വന്നത്. എന്നാൽ ബ്രദർ അന്ന് സിസ്റ്ററിനെ വിളിച്ച് ദൂത് പറഞ്ഞു, ഇതുപോലെ L4 L5 കംപ്ലൈൻ്റ് ഉണ്ട്, കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ബ്രദർ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് കർത്താവ് ഈ സിസ്റ്ററിനെ സൗഖ്യമാക്കി. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല, വേദന പൂർണ്ണമായി മാറി എന്നാണ് പറയുന്നത്. ശേഷം നടുവേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ 2016 തൊട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ L4 L5 പ്രോബ്ലമാണ്. അപ്പോൾ എനിക്ക് ഇടത്തെ കാല് പെട്ടെന്ന് മരവിപ്പും കാര്യങ്ങളുമായിരുന്നു. അന്ന് ഞാൻ അഞ്ചലിൽ വന്ന സമയത്ത് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണോ പ്രെയറിന് പോകണോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ജോൺ താരൂബറിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അഞ്ചലിലായിരുന്നു അന്ന്.
എനിക്കറിയാം പാസ്റ്റ് പ്രാർത്ഥിച്ച കാര്യം പണ്ട് ഞാൻ പറയുന്നു, ജോൺ ബ്രോ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നട്ടലിന് പ്രോബ്ലം ഉണ്ട് എന്ന്. പക്ഷെ അന്ന് പ്രാർത്ഥിച്ചപ്പം ബ്രദർ എന്നോട് പറഞ്ഞത് മാറിയിട്ടില്ല എന്ന്. അപ്പം അന്ന് തൊട്ടേ എൻ്റെ വിശ്വാസമായിരിക്കാം ഞാൻ പറയാം, ജോൺ ബ്രോ ഇനി എന്ന് പ്രാർത്ഥിക്കുമോ അന്ന് സൗഖ്യമാവും എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ബ്രദർ പ്രാർത്ഥിച്ചു. എനിക്ക് ഇത് വിദേശത്തേക്കാണ് പോകുന്നു പറയുന്നത്, ജർമ്മനിക്ക് പോകാനിരിക്കും. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചായിട്ട് ജർമ്മനി പോവാണെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. ആ വഴികളൊക്കെ തുറന്നാട്ടെ. താങ്ക് യു. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് ബിന്ദു എന്നാണ്. സിസ്റ്റർ വരുന്നത് നരുവാമൂട് എന്ന സ്ഥലത്തു നിന്നാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വചനം പറയുന്നത് പോലെ സിസ്റ്ററിന്റെ ജീവിതത്തിൽ സിസ്റ്റർ വിശ്വസിച്ചപ്പോൾ ഉണ്ടായ ഒരു കൂട്ടം സാക്ഷ്യങ്ങളാണ് ഇന്ന് സിസ്റ്റർ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, സിസ്റ്റർ നമ്മുടെ ചർച്ചിൽ വരാൻ തുടങ്ങി 7 വർഷമായി. അപ്പം കടഭാരത്തോടെയാണ് ചർച്ചിൽ കടന്നു വന്നത്. ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് കടഭാരം മാറിപ്പോയെന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തെ സാക്ഷ്യം, 1 വർഷത്തോളമായി സിസ്റ്ററിന് കടുത്ത വയറുവേദനയും ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാർച്ചിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. മാർച്ചിൽ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ സിസ്റ്റർ ബ്രദറിനോട് പറഞ്ഞു, ഇനി ഞാൻ ഓപ്പറേഷന് പോകത്തില്ല ബ്രദറെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നീട് സിസ്റ്റർ ടെസ്റ്റ് ചെയ്യാൻ പോയില്ല. കഴിഞ്ഞ ആഴ്ച വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇനി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്നാണ്. സന്തോഷത്തോടെ കൈയടി കൊടുത്ത കർത്താവേ, താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ സിസ്റ്ററിന് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അത് മാറിപ്പോയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആമേൻ. ഒന്ന് നല്ല ആമേൻ പറയാൻ കർത്താവിന് ഒരു നല്ല വാക്കു സ്തോത്രം ചെയ്യാം. താങ്ക് യു. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് സിസ്റ്ററിന്റെ മകൾക്കുണ്ടായതാണ്. മകളുടെ കല്യാണം ഒരുപാട് നാളായിട്ട് തടസ്സപ്പെട്ട് ആയിരിക്കുകയായിരുന്നു. ഇതെങ്ങനെ നടത്തുമെന്ന് വീട്ടുകാർക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു നന്നായി നടക്കുമെന്ന്. മറ്റുള്ളവർ നോക്കി കാണുന്ന വിധത്തിൽ അതിശയകരമായി അത് നടന്നുവെന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. ബ്രദറെ, സിസ്റ്ററിന്റെ പേര് മഹേശ്വരി എന്നാണ്. ബാലരാമപുരം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. സിസ്റ്ററിന്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. മകന് പുകവലി ശീലമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സിസ്റ്ററിന് വളരെ ഭാരമായിരുന്നു. സിസ്റ്റർ ഇത് ബ്രദറിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് മകന്റെ പുകവലി ശീലവും അനാവശ്യമായ കൂട്ടുകെട്ടുകളും മാറിപ്പോയി എന്നാണ്. സിസ്റ്ററിന്റെ മകൻ സ്ഥിരമായി ജോലിക്ക് പോകില്ലായിരുന്നു. സിസ്റ്റർ എല്ലാ സൺഡേസും മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് മകൻ ഇപ്പോൾ സ്ഥിരമായി ജോലിക്ക് പോകുമെന്ന്. മറ്റൊരു സാക്ഷ്യം, സിസ്റ്ററിന് ജോലി ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ സെന്റ് ജോസഫ് മീറ്റിംഗിൽ ചർച്ച് ലീഡേഴ്സിനോട് അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് സിസ്റ്ററിന് സ്ഥിരമായി ബാങ്കിൽ ജോലി ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സിസ്റ്ററിന്റെ പേര് ഗിരിജ, കഠിനംകുളം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. സഹോദരന്റെ മകൾക്കുണ്ടായ സാക്ഷ്യമാണ് സിസ്റ്ററിന് പറയാനുള്ളത്. ഈ കുഞ്ഞിന്റെ അമ്മ 8ാം മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഹോസ്പിറ്റലൊന്നും കാണിച്ചിരുന്നില്ല, ഒരു ട്രീറ്റ്മെൻറ്റും നേടിയില്ല. തുടർന്ന് 8ാം മാസത്തിൽ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. 2 ഹോസ്പിറ്റലിൽ കാണിച്ചു, അവരെടുത്തില്ല. തുടർന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിന് ബ്രെയിൻ ഇല്ല, ഉടനെ തന്നെ C-സെക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. സിസ്റ്റർ ഉടനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞിനെ ആരോഗ്യത്തോടെ ലഭിച്ചാൽ നമ്മുടെ ചർച്ചിൽ വന്ന് കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത് C-സെക്ഷൻ ചെയ്ത് കുഞ്ഞ് ജനിച്ചപ്പോൾ നല്ല ആരോഗ്യമുള്ള ബ്രെയിനുള്ള ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു എന്നാണ്. തലച്ചോറുണ്ട്. ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കലും സൗഖ്യമാകില്ല എന്ന് പറയുന്നിടത്ത്, അല്ല പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുന്നിടത്ത്, ദൈവത്തിൻ്റെ കരം നമ്മളെ സൗഖ്യമാക്കുമ്പോൾ, ദൈവത്തിൻ്റെ അത്ഭുതം നമ്മളെ തൊടുമ്പോഴാണ് ആ ശ്രേഷ്ഠതയുടെ പൂർണ്ണത നമുക്ക് മനസ്സിലാകുന്നത്. ഒരിക്കലും കഴിയില്ല, സൗഖ്യമാകില്ല എന്ന് പറയുമ്പോൾ മാനുഷിക ബലങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ആശ്രയം ഇല്ലാതാകുകയാണ്. ആ ദൈവിക അത്ഭുതത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നും ആ അത്ഭുതങ്ങളിൽ ജീവിക്കാൻ നമുക്ക് കർത്താവിനോടൊപ്പമായിരിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, ഇവരായിരിക്കുന്ന സകല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ വലിയ കരം ഇവർക്ക് വേണ്ടി ചലിക്കുന്നത് അനുഭവിക്കുവാൻ കഴിയട്ടെ. അപ്പാ, ഏത് പ്രശ്നങ്ങൾക്ക് മുമ്പിലും കർത്താവിൻ്റെ പരിഹാരത്തെ കാണാൻ കഴിയട്ടെ. ഏത് അപമാനത്തിൻ്റെ മുൻപിലും ദൈവത്തിൻ്റെ വലിയ മാന്യതയെ കാണാൻ കഴിയട്ടെ. അപ്പാ, ആ സ്വപ്നത്തോടൊപ്പം ചലിക്കുവാൻ, ആ ദർശനത്തോടൊപ്പം ചലിക്കുവാൻ ഈ കുടുംബങ്ങളെ സഹായിക്കണമേ. അപ്പാ,
അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവ്. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കരം ചലിക്കണം അപ്പാ. അത്ഭുത പ്രവൃത്തി ഉണ്ടാകണം അപ്പാ. അത്ഭുത പ്രവൃത്തി ഉണ്ടാകണം അപ്പാ. ഡിപ്രഷന് മെഡിസിൻ എടുക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വീട്ടിലായിരിക്കുന്ന മറ്റുള്ളവർ അത് നിമിത്തം ഒത്തിരി പ്രയാസത്തോടായിരിക്കുന്നു. ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ കഴിയുന്നില്ല. വീട്ടിലെ കാര്യങ്ങളിലെല്ലാം സ്വസ്ഥതക്കുറവാണ്. കർത്താവെ, ആ കുടുംബത്തിന്മേൽ അവിടുത്തെ സൗഖ്യമുണ്ടാക്കണമപ്പാ. ആ വേദനയുടെ അനുഭവത്തിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവേ. അവിടുത്തെ കൃപ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ അപ്പ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ പ്രവൃത്തി ഉണ്ടാകണം. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.